എംപിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കാൻ ക്ഷണിക്കാത്തതിൽ ലീഗിൽ വൻ അതൃപ്തി. കരിപ്പൂർ വിമാനത്താവളത്തിൽ പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കാൻ എത്തിയത് കോൺഗ്രസ് നേതാക്കൾ മാത്രമായിരുന്നു. സാധാരണ ലീഗ് നേതാക്കളെയും വിമാനത്താവളത്തിലെ സ്വീകരണത്തിലേക്ക് ക്ഷണിക്കാറുണ്ടെങ്കിലും ഇത്തവണ അവരെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതാണ് അതൃപ്തിക്ക് ഇടയാക്കിയ പ്രധാന കാരണം. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി തങ്ങൾ, കൊണ്ടോട്ടി MLA എന്നിവരെയാണ് ക്ഷണിക്കാറുള്ളത്. ലോക്സഭയിലേക്ക് വൻ വിജയം സമ്മാനിച്ച വോട്ടർമാരോട് നന്ദി പറയാനാണ് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിക്കൊപ്പം വീണ്ടും വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ പ്രിയങ്കയുടെ പരിപാടിയുടെ വിവരങ്ങൾ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ തങ്ങളെ അറിയിച്ചില്ലെന്നാണ് ലീഗിന്റെ ആരോപണം. UDF വയനാട് ലോക്സഭാ മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ലീഗ് നേതാവായ അബ്ബാസ് അലി തങ്ങളാണ് അദ്ദേഹത്തെ പോലും പ്രിയങ്കയുടെ സന്ദർശന വിവരം അറിയിച്ചിട്ടില്ലെന്ന് പരാതിപ്പെട്ടത്. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള ഈ അവഗണന അടുത്ത മുന്നണി യോഗത്തിൽ ലീഗ് ഉന്നയിച്ചേക്കും. അതേസമയം കോൺഗ്രസ് പ്രവർത്തകർ വലിയ സ്വീകരണമാണ് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നൽകിയത്. കരിപ്പൂരിൽ നിന്ന് കോഴിക്കോട് മുക്കത്തേക്കാണ് പ്രിയങ്കയും രാഹുലും എത്തിയത്. ഇവിടെ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ ഇരുവരും പങ്കെടുത്തു. വയനാടിന്റെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തതിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു മുക്കത്ത് പ്രിയങ്ക ഗാന്ധി പ്രസംഗം ആരംഭിച്ചത്. നിങ്ങൾ എന്തു നൽകിയോ അതിന് താൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുന്നു. 35 വർഷമായി ഞാൻ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു. ആദ്യമായാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ജനങ്ങൾ തനിക്ക് എന്താണോ നൽകിയത് അതിന്റെ മൂല്യം നിലനിൽക്കുന്നത് സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ്. താൻ പാർലമെന്റിൽ ഉള്ളത് വയനാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇനി പാർലമെന്റിൽ താൻ ഉയർത്തുന്നത് വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരിക്കും. BJPയുടെ പെരുമാറ്റത്തിൽ യാതൊരുവിധ രാഷ്ട്രീയ മര്യാദയുമില്ല. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള അടിസ്ഥാനപരമായ വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് രാജ്യത്തിപ്പോഴുള്ളത്. അതുപോലെ നമ്മളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. നമ്മുടെ പോരാട്ടം രാജ്യത്തെ നിലനിർത്തുന്ന അടിസ്ഥാന മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും തനിക്ക് ആഴത്തിൽ അറിയാം. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൻ പോരാടും. ജനങ്ങൾക്ക് ഏത് സമയത്തും അവരുടെ പ്രശ്നങ്ങളുമായി തന്റെ അടുത്ത് വരാമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതിരഞ്ഞെടുപ്പിൽ തകർപ്പൻ ജയമാണ് പ്രിയങ്ക ഗാന്ധി സ്വന്തമാക്കിയത്. ആദ്യ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ തന്നെ 4,04,619 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക വിജയിച്ചത്. പ്രിയങ്ക ഗാന്ധിക്ക് 6,12,020 വോട്ട് ലഭിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥി LDFന്റെ സത്യൻ മോക്കേരിക്ക് 1,07,401 വോട്ട് മാത്രമാണ് ലഭിച്ചത്. NDAയുടെ നവ്യ ഹരിദാസ് 1,08,080 വോട്ട് നേടി. 2024 രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷം മറികടന്നാണ് പ്രിയങ്കയുടെ ഈ മിന്നും വിജയം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും വിജയിക്കുകയും റായ്ബറേലി നിലനിർത്താൻ തീരുമാനിക്കുകയും ചെയ്തതോടെയാണ് വയനാട്ടിൽ ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് 3.65 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചിരുന്നത്. പോളിംഗിൽ ഇടിവുണ്ടായിരുന്നുവെങ്കിൽ 5 ലക്ഷത്തിലേക്ക് പ്രിയങ്കയുടെ ഭൂരിപക്ഷം കടക്കുമായിരുന്നു. ഈ വർഷം ഏപ്രിലിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 74% പോളിംഗ്. എന്നാൽ ഉപതിരഞ്ഞെടുപ്പിൽ ഇത് 65% ഇടിഞ്ഞിരുന്നു.